ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ MPCA 021 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. 2017 മുതൽ 2023, 24 വരെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് ആണിത്. അങ്ങനെ 3ൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 19 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് 10 മാർക്കിനും 6 മാർക്കിനും പരസ്പരം മാറി മാറി ചോദിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അത് 10 മാർക്കിനാണ് ചോദിക്കാറുള്ളത്, ചില സമയങ്ങളിൽ അത് 6 മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ MPCA 021 എഴുതുന്നവർ എന്തായാലും പഠിച്ചിരിക്കേണ്ട 5 യൂണിറ്റുകൾ, ഈ 5 യൂണിറ്റുകൾ നോക്കിയാൽ തന്നെ ഒരു 55% മാർക്കോളം നിങ്ങൾക്ക് അതിൽ നിന്നും കരസ്ഥമാക്കാൻ സാധിക്കും. ആ 5 യൂണിറ്റും അതിലുള്ള മെയിൻ ടോപ്പിക്കും ഏതാണ് കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ബ്ലോക്ക് 1ലെ 3ാമത്തെ യൂണിറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, അതുപോലെ തന്നെ പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച്, ഗെസ്റ്റാൾട്ട് അപ്രോച്ച്, ട്രാൻസാക്ഷണൽ അനാലിസിസ്, റിയാലിറ്റി തെറാപ്പി. ഈ 5 ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 3 തവണ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 5 ക്വസ്റ്റ്യനും ഉള്ളത് ഒരു യൂണിറ്റിലാണ്. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3 ആണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് കൗൺസിലിംഗ് ആണ്. ഇനി ബ്ലോക്ക് 2ലെ യൂണിറ്റ് 1ലെ സൈക്കോ അനാലിസിസ് ആൻഡ് ടെക്നിക് ഇൻ സൈക്കോ അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് essay ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ അതിൽ നിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന 2 ക്വസ്റ്റ്യൻസ്, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 2 ആണ്. ഈ ഒരു യൂണിറ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരുപാട് തവണ 6 മാർക്കിനും 3 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഡ്രാമ തെറാപ്പി ആൻഡ് ആർട്ട് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് മാറി മാറിയിട്ടാണ് ചോദിക്കാറുള്ളത്. ചില സമയങ്ങളിൽ നമുക്ക് ആർട്ട് തെറാപ്പി ആയിരിക്കും വരുന്നുണ്ടാകുക, ചില സമയങ്ങളിൽ ഡ്രാമ തെറാപ്പി, അങ്ങനെയായിട്ടാണ് വരുന്നത്. ഇതും ഒരു യൂണിറ്റിൽ തന്നെയുള്ളതാണ്. അതായത് ബ്ലോക്ക് 2ലെ യൂണിറ്റ് 3 ആണിത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് എന്നുള്ളത്. ഇനി അടുത്തത് 3 തവണ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് നീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ് എന്നുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചൈൽഡ് റൈറ്റ് കൗൺസിലിംഗ് എന്നുള്ളത്. അതിലുള്ള വൾനറബിൾ ചൈൽഡ് നമുക്ക് ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിറ്റ് 4 ബ്ലോക്ക് 3ലെ യൂണിറ്റ് 4 ആണ്. അതായത് ട്രീറ്റ്മെൻറ്റ് ഫോർ അഡിക്ഷൻ ആൻഡ് ആങ്സൈറ്റി. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഡിപ്രഷൻ്റെ ചാപ്റ്ററിലുള്ളതാണ് കോസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷൻ. അധികവും നമുക്ക് essay ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അത് ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് A പാർട്ടും B പാർട്ടുമായിട്ട് ഉണ്ടാകാറുണ്ട്. അതായത് 10 മാർക്കിനും 6 മാർക്കിനും ഈ ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ടൈപ്പ് ആൻഡ് കോസ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ. ഇതും മെയിനായിട്ട് ചോദിച്ച് വരാറുണ്ട്. പിന്നെ പറയുന്നത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ യൂണിറ്റ് 2ലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2ലെ പ്രോസസ് ഓഫ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് 3 തവണയിൽ കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 19 ക്വസ്റ്റ്യൻ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം മുഴുവനായിട്ട് പഠിച്ച് എന്ന് പറയാം. എന്നെ ഒരു ലാസ്റ്റ് ടൈം പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കുറച്ച് സമയം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയാം, നിങ്ങളൊരു 5 യൂണിറ്റ്, ഞാൻ പറയുന്ന 5 യൂണിറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 54% മാർക്ക്, അതായത് നമുക്കിപ്പോൾ 50 മാർക്കിലാണെങ്കിൽ 25 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 5 ചാപ്റ്റേഴ്സ് പറഞ്ഞു തരാം. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3 ആണ്. തിയറിറ്റിക്കൽ അപ്രോച്ച് ടു കൗൺസിലിംഗ്. ഇതിൽ വരുന്ന എല്ലാ സബ് ഹെഡിങ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്തായാലും നോക്കണം. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തുള്ളതിൽ ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട് പറയുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2ലെ യൂണിറ്റ് 2 ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആൻഡ് അപ്രോച്ച് ടു കൗൺസിലിംഗ് എന്നുള്ളത്. ഇതിൽ ബിഹേവിയർ തെറാപ്പിയിലുള്ളതും അതുപോലെ തന്നെ CBTയിലുള്ളതുമായ മെയിൻ ക്വസ്റ്റ്യൻസ് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്. ഡ്രാമ ആൻഡ് ആർട്ട് തെറാപ്പി ഇൻ കൗൺസിലിംഗ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിക്കൽ ഡ്രാമ തെറാപ്പി ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആർട്ട് തെറാപ്പി ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തതായിട്ടാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ചൈൽഡ് റൈറ്റ് കൗൺസിലിംഗ് എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മുടെ ബ്ലോക്ക് 3യിലാണ് വരുന്നത്. അതിലുള്ള
വൾണറബിൾ ചൈൽഡ്, അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ് കൗൺസിലിംഗ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചിൽഡ്രൻസ് റൈറ്റും നമുക്ക് 2-3 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിലുള്ള ക്ലസ്റ്റേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി, അതായത് എ പേഴ്സണാലിറ്റി, ബി പേഴ്സണാലിറ്റി, ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ മറുഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് എത്ര മാർക്കിന് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു 5 യൂണിറ്റ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് തന്നെ കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക്